ശിവപുരാണത്തിൽ പറയുന്ന 5 മഹത്തായ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അതിമഹത്തായ 5 കാര്യങ്ങൾ. നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒന്നാമത്തെ പാഠം എന്തെന്നാൽ അഹങ്കാരത്തെ ജയിക്കുക. അന്തകന്റെ കഥയാണ് ഇതിനുദാഹരണം. അന്തകൻ ശിവനെ ആരാധിച്ച ഭക്തനായിരുന്നു. പക്ഷേ ആ ഭക്തിയെ അഹങ്കാരമായി മാറ്റിയപ്പോൾ അവൻ ശിവനെയും പാർവതിയെയും സ്വന്തമാക്കാൻ ശ്രമിച്ചു. ശേഷം ശിവൻ അവനുമായി യുദ്ധമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ തകർക്കുകയും ചെയ്തു. പിന്നീട് അന്തകന് ദൈവം മോക്ഷം നൽകുകയാണുണ്ടായത്. ഇതിൻ്റെ പാഠമെന്തെന്നാൽ ഭക്തിയോടൊപ്പം അഹങ്കാരമുണ്ടെങ്കിൽ അതിന് ദൈവികതയിൽ യാതൊരു സ്ഥാനവുമില്ല. നിസ്വാർത്ഥതയും നമ്രതയും ദൈവാനുഗ്രഹത്തിനായുള്ള പ്രധാന പാതയാണ്. രണ്ടാമത്തെ പാഠം, സത്യം കൈവിടരുത്. സതിയുടെ ത്യാഗമാണ് ഇതിനുദാഹരണം. സതി ദക്ഷൻ്റെ മകളായിരുന്നു. ശിവനെ ദക്ഷൻ നിന്ദിച്ചപ്പോൾ സതി തൻ്റെ അച്ഛൻ്റെ യജ്ഞശാലയിൽ തന്നെ ദേഹത്യാഗം നൽകുകയായിരുന്നു. ശേഷം ശിവനിൽ രോഷം ജനിക്കുകയും ദക്ഷൻ്റെ യജ്ഞം നശിക്കുകയും ചെയ്തു. ഇതിൽ നിന്നുള്ള പാഠം സത്യം അനുസരിക്കുക എന്നതാണ്. താൽക്കാലികമായ കഷ്ടം തരുമെങ്കിലും സത്യമാണ് എപ്പോഴും വിജയിക്കുക. പിന്നീട് അതാണ് ദൈവിക വെളിപാടിലേക്കുള്ള നമ്മുടെ തുടക്കവും. മൂന്നാമത്തെ പാഠം, തപസ്സിൻ്റെ ശക്തി. പാർവതിയുടെ സമർപ്പണമാണ് ഉദാഹരണം. പാർവതി ശിവനെ സ്വന്തമാക്കാൻ രാജകുമാരി ആയിരുന്നിട്ടും ആഹാരം ഉപേക്ഷിച്ച് കാട്ടിൽ തപസ്സിന് ഇറങ്ങുന്നു. കാമദേവൻ പോലും ദേവിയുടെ ധൈര്യത്തിൽ തോറ്റുപോയി. ദേവിയുടെ ശുദ്ധമായ ഭക്തിയാണ് ശിവനെ കീഴടക്കിയത്. ഇതിൽ നിന്ന് നാം അറിയേണ്ട പാഠം, സമർപ്പിതമായ പരിശ്രമം എത്ര ദൈർഘ്യമുള്ളതായാലും ദൈവവും ലക്ഷ്യവും നമുക്ക് സിദ്ധിക്കാം. ദൈവം ഭക്തിയുടെ ശക്തിക്ക് മുന്നിൽ വിനീതനാകുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ പാഠം, ശാന്തതയും സമത്വവും. ഇതിനുദാഹരണം ശിവഭഗവാന്റെ നിലനിൽപ്പാണ്. ശിവൻ വിഷം കുടിച്ച് ലോകത്തെ രക്ഷിക്കുന്നു. നീലകണ്ഠൻ എന്ന പേരും സിദ്ധിക്കുന്നു. അദ്ദേഹം ജലാന്തരനെയും ത്രിപുരാസുരനെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടും വിരോധികളോട് ക്ഷമിക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുന്നു. ഇതിൽ നിന്നുള്ള പാഠം, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അനാസക്തവും സമത്വത്തോടും കൂടിയ മനസ്സാണ് ദൈവികത. അഞ്ചാമത്തെ പാഠം എന്തെന്നാൽ ക്ഷമയും കരുണയുമാണ്. ശിവന്റെ ഹൃദയമാണ് ഉദാഹരണം. ശിവൻ ശത്രുക്കളായിരുന്ന അന്തകൻ, ജലാന്തരൻ, ശംഖചൂഡൻ എന്നിവർക്ക് മോക്ഷം നൽകുന്നു. താൻ തോൽപ്പിച്ചവരെപ്പോലും ശിവഭഗവാൻ മുക്തിയിലേക്കാണ് നയിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠം, ക്ഷമ ദൈവികതയുടെ ഉചിതമായ മുഖമാണ്. പ്രത്യക്ഷമായ ശക്തി എന്ന് പറയുന്നത് ക്രൂരതയല്ല, ക്ഷമിക്കാനുള്ള കഴിവാണ്. ശിവപുരാണത്തിലെ ഓരോ കഥയും ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ള ദൈവിക യാത്രയാണ്. ദൈവത്തോടുള്ള ഭക്തിയും ആത്മസംയമനവും നിസ്വാർത്ഥതയും ജീവിതത്തെ ദൈവികമാക്കുകയാണ് ചെയ്യുന്നത്. അതിലെ ഓരോ സന്ദേശവും അഹങ്കാരത്തെ തോൽപ്പിക്കൽ, സത്യത്തിൽ ഉറച്ചു നിൽക്കൽ, തപസ്സിൻ്റെ ശക്തി, സമത്വം പുലർത്തൽ, ക്ഷമയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ബാധകമാണ്. ഈ പാഠങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ ആത്മീയതയും സമാധാനവും സ്വാഭാവികമായും ഉണ്ടാകും. ഓം നമഃ ശിവായ.